കഴിഞ്ഞാൽ അബ്ദുൽ ഷബി ഗ്രൂപ്പ്സ് അവിടെ കയറിയിരിക്കുക. അബ്ദുൽ ഷബി. അൽഹംദുലില്ലാഹി വഹദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത് വളരെ മഹത്തായ ദിനമായ മൗലിദുൻ നബി അഥവാ നബിദിനം ആഘോഷിക്കാനാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കുകയും അവിടുത്തെ മഹത്വം ലോകത്തോട് പങ്കിടുകയും ചെയ്യുന്ന ദിനമാണിത്. 570-ാം വർഷം മക്കയിൽ ആണിയുടെ വർഷം എന്ന് വിളിക്കുന്ന വർഷത്തിലാണ് തങ്ങളുടെ ജനനം. അന്ന് അറബ് സമൂഹം ഇരുട്ടിലായിരുന്നു. അനീതി, അന്യായം, വിഗ്രഹാരാധന വ്യാപിച്ചു കിടന്നു. അത്തരം സാഹചര്യത്തിൽ ലോകത്തിന് വെളിച്ചമായി, നീതിയുടെ പ്രതീകമായി, കരുണയുടെ മാതൃകയായി അല്ലാഹുവെ രക്ഷിക്കാനായി അയച്ച ദൂതനാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കരുണയായാണ് അല്ലാഹു അങ്ങയെ സംവിധാനിച്ചത്. അതായത് വെറും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ മനുഷ്യർക്കും, മൃഗങ്ങൾക്കും, പ്രകൃതിക്കും രക്ഷകനും കരുണയുടെ പ്രതീകവുമായിരുന്നു. ബാല്യകാലം മുതലേ അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അവിടുത്തെ ജീവിതം കരുണയുടെ പ്രതീകമായിരുന്നു. എല്ലാ സന്ദർഭങ്ങളിലും സഹനത്തോടെ നേരിട്ടു. അനാഥർക്കും ദരിദ്രർക്കും അവകാശം നൽകി. അല്ലാഹു ഒരുവനെയുള്ളൂ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. അറിവും പഠനവുമാണ് ഇസ്ലാമിന്റെ ആദ്യ സന്ദേശം. ഖുർആനിലെ ആദ്യ ആയത്ത് തന്നെ അറിവിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ. നിന്റെ ശ്രേഷ്ഠാവായ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിദ്യാഭ്യാസം തേടുക അത് എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ്. മക്കയിൽ അറിവില്ലായ്മയും അന്ധകാരവും എന്ന കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഏറ്റവും വലിയ ദൗത്യം അജ്ഞതയുടെ ഇരുട്ട് മാറ്റി അറിവിന്റെ വെളിച്ചം പകർത്തുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥർക്കും ദരിദ്രർക്കും പോലും പഠിപ്പിച്ചു. ബദർ യുദ്ധത്തിന് ശേഷം തടവിലായവരെ മോചിപ്പിക്കാൻ മുസ്ലിം കുട്ടികളെ എഴുതി പഠിപ്പിക്കുന്നതിനെ ശിക്ഷയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അറിവ് നേടുന്നത് വ്യക്തിഗത വളർച്ചയ്ക്കും സമൂഹത്തിനും ഉന്നമനത്തിനും അനിവാര്യമാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം പല പ്രശ്നങ്ങളിലുമാണ്. യുദ്ധം, വിദ്വേഷം, അനീതി, അന്യായം. ഇതിന് പരിഹാരപ്രദമായ ജീവിത മാതൃകയാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒരു ശത്രു ലഹരിയാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മദ്യം, ചൂതാട്ടം ഇവ ശൈത്താന്റെ അഴുക്കാണ്. വിജയിക്കണമെങ്കിൽ ഇവയിൽ നിന്ന് വിട്ടു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യപാനം എല്ലാ പാപങ്ങളുടെയും മാതാവാണ്. വലിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തുവിന്റെ ചെറിയ അളവും ഹറാമാണ്. ലഹരി കുടുംബങ്ങളെയും യുവാക്കളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലും ലഹരിക്കിടമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നബിദിനം വെറും മുട്ടായി വിതരണം, കലാപരിപാടികൾ, മതചൊല്ലൽ എന്ന രീതിയിലേക്കാണ് ചുരുങ്ങുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നബിദിനത്തിന്റെ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിലാണ്. ദരിദ്രരെ സഹായിക്കുക, സ്ത്രീകൾക്ക് ആദരവ് നൽകുക, പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുക, മാതാപിതാക്കളെയും ഉസ്താദ്മാരെയും ബഹുമാനിക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക.
ഞാൻ അവസാനമായി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, നല്ല വാക്കുകൾ കേട്ട് അതിന്റെ നല്ലതിനെ തുടരുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രവാചകന്റെ വഴിയിൽ നടക്കാനും അറിവിന്റെ വെളിച്ചത്തിൽ ജീവിക്കാനും ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് മാറി നല്ലൊരു ജീവിതം സൃഷ്ടിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആ പ്രവാചകന്റെ മേൽ ധാരാളം സലാത്തുകൾ ചൊല്ലുവാനും അവിടുത്തെ പാതകൾ ദർശിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾ സ്റ്റേജിന്